അത്ഭുതങ്ങളും അതിശയങ്ങളും നിറഞ്ഞ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ വെറും കല്ലുകൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈ ഒരു ക്ഷേത്രവും മനുഷ്യരാൽ നിർമ്മിച്ചതല്ല, പ്രേതങ്ങളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നുവരെയും രാത്രി സമയങ്ങളിൽ 6 മണിക്ക് ശേഷം മനുഷ്യർ മാത്രം അല്ല, മറ്റേത് ജീവജാലങ്ങളും കടക്കാറേയില്ല. ഇങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഒരു ക്ഷേത്രം ലോകാതിശയങ്ങളിൽ ഇടം നേടിയിട്ടുണ്ടാകില്ല. എന്നാൽ ഇതിന് പുറകിലുള്ള രഹസ്യം, ഐതിഹ്യത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവരും തീർച്ചയായും ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കണം എന്നാഗ്രഹിക്കും. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് വെറും കല്ലുകൾ മാത്രം വെച്ച് ഈ ക്ഷേത്രം നിർമ്മിച്ചുവെങ്കിൽ പോലും വലിയ വലിയ കൊടുങ്കാറ്റിനെ കൊണ്ടുപോലും ഈ ഒരു ക്ഷേത്രത്തെ അനക്കാൻ സാധിച്ചിട്ടില്ല. പല രാജാക്കന്മാർ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചിട്ടില്ല. ശാസ്ത്രജ്ഞന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയ വളരെ വിചിത്രമായ ഒരു ശിവക്ഷേത്രം. എന്തുകൊണ്ട് ഈ ക്ഷേത്രം 1000 വർഷമായിട്ടും പണിത് അവസാനിപ്പിച്ചില്ല? എന്തുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ 1000 വർഷമായിട്ടും ആരും ആരാധിക്കാൻ പോകുന്നില്ല? എന്തുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ 6 മണിക്ക് ശേഷം ആരും പോകുന്നില്ല? ഇന്ത്യ നിരവധി ക്ഷേത്രങ്ങളാൽ സമ്പന്നമായ ഒരു രാജ്യമാണ്. വിവിധ കാലഘട്ടങ്ങളിലായി നിരവധി ക്ഷേത്രം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 1000 വർഷങ്ങൾക്ക് മുൻപേയുള്ളതും 2000 വർഷങ്ങൾക്ക് മുൻപേയുള്ളതുമായ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. ഇന്നും അവയൊക്കെ ആളുകളിൽ അത്ഭുതം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ രൂപഘടന തന്നെയാണ്. ഇന്നത്തെ ആളുകൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്തു വച്ചിരിക്കുന്നത്. മാത്രമല്ല, ചില അമാനുഷികമായ ശക്തികൾ കൊണ്ട് പ്രസിദ്ധമായ ക്ഷേത്രവും ഇന്ത്യയിലുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ഞാനീ പറയുന്നത്. ഇന്ത്യയുടെ ഹൃദയഭാഗമായ മധ്യപ്രദേശിലെ മോരേന ജില്ലയിൽ ചരിത്രത്തിന്റെ തിരമാലകൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു രത്നം, അതാണ് കാക്കർണ ക്ഷേത്രം. 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു ക്ഷേത്രം ഭാരതീയ വാസ്തുവിദ്യയുടെ അത്ഭുതങ്ങളിൽ ഒന്നായി തന്നെ തുടരുന്നു. മോരേനയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ സിഹോന്യ ഗ്രാമത്തിനടുത്താണ് ഈ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രം എന്തുകൊണ്ട് ഇത്ര നിഗൂഢമായി, അല്ലെങ്കിൽ ആളുകളിൽ അത്ഭുതമുണ്ടാക്കുന്നത് എന്നതിന് കാരണം ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളാണ്. 1000 വർഷമായിട്ടും എന്തുകൊണ്ട് ഈ ക്ഷേത്രം ഇതുവരെയും പണിത് അവസാനിപ്പിച്ചില്ല? എന്തുകൊണ്ട് 1000 വർഷമായിട്ടും ഈ ക്ഷേത്രത്തിൽ ആരും ആരാധിക്കാനായി പോകുന്നില്ല? എന്തുകൊണ്ട് 6 മണിക്ക് ശേഷം ഈ ക്ഷേത്രത്തിനുള്ളിൽ ആരും പോകുന്നില്ല? ഇതിനെക്കുറിച്ച് തിരയുമ്പോൾ 2 കഥയാണ് ലഭിക്കുന്നത്. ഒന്ന് മിത്തോളജിയും മറ്റൊന്ന് ഹിസ്റ്ററിയും. ഐതിഹ്യമനുസരിച്ച് ഈ ഒരു ക്ഷേത്രം പ്രേതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. പ്രേതങ്ങൾ ദൂരെ നിന്ന് കല്ലുകൾ കൊണ്ടുവന്ന് ഒറ്റ രാത്രി കൊണ്ട് ഈ ക്ഷേത്രം നിർമ്മിച്ചതായി പറയുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെറും കല്ലുകൾ അടുക്കി വെച്ചതുപോലെ ഈ ഒരു ക്ഷേത്രം തോന്നാം. എന്നാൽ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ വല്ലാത്തൊരു ഭയാനകമായ അനുഭവം നിങ്ങൾക്കുള്ളിലേക്ക് വരും. ആ പ്രദേശത്ത് എവിടെയും തന്നെ ശിവക്ഷേത്രം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് പ്രേതങ്ങൾ മഹാദേവന് വേണ്ടി ഒറ്റ രാത്രിയിൽ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഈ പ്രേതങ്ങൾ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാട്ടുകാരിൽ ആരോ ഇത് കണ്ടുവെന്നും അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണം അവിടെ തന്നെ ഉപേക്ഷിച്ച് പ്രേതങ്ങൾ അവിടെ നിന്നും പോയതായും ഐതിഹ്യം പറയുന്നു. അതുകൊണ്ടാണ് 1000 വർഷം കഴിഞ്ഞിട്ടും ഇന്നുവരെയും ഈ ക്ഷേത്രം പൂർത്തിയാക്കാൻ സാധിക്കാത്തതെന്നും പറയുന്നു. ഈ ഐതിഹ്യത്തെ ഊട്ടിയുറപ്പിക്കും വിധം ആ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന കല്ലുകൾ അവയൊന്നും അവിടെ പ്രാദേശികമായി ലഭ്യമാകുന്ന കല്ലുകൾ അല്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ഷേത്രം പണിയാൻ ചുണ്ണാമ്പ്, സിമന്റ് പോലുള്ള യാതൊരു വസ്തുക്കളും ഉപയോഗിച്ചിട്ടില്ല. വെറും കല്ലുകൾ മാത്രം ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തരം ഒരു കാര്യം മനുഷ്യർക്ക് സാധ്യമാകുമോ എന്നുള്ളതാണ് പലപ്പോഴും വരുന്ന ചോദ്യം. ഒറ്റനോട്ടത്തിൽ ഇതൊരിക്കലും മനുഷ്യന് സാധ്യമാകുന്ന ഒന്നല്ല. കൂടാതെ മഹാദേവൻ എല്ലാവർക്കും പൊതുവായ ദൈവമാണെന്നും അദ്ദേഹത്തെ മനുഷ്യർ മാത്രമല്ല വണങ്ങുന്നത്, പ്രേതങ്ങളും അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട്. ശിവൻ പാർവതി വിവാഹത്തിൽ മനുഷ്യന്മാർ, ദേവന്മാർ കൂടാതെ ഭൂതപ്രേതങ്ങളും ആ വിവാഹത്തിന് പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് മഹാദേവന്റെ ഉത്തരവനുസരിച്ച് പ്രേതങ്ങൾ ആ പ്രദേശത്ത് അവർക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ശിവനും പാർവതിയും ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ശിവന്റെ തലയിലെ ജടയിൽ നിന്ന് വീണ കല്ലുകളാണ് ക്ഷേത്രത്തിന്റെ അടിസ്ഥാനമെന്നും വിശ്വാസമുണ്ട്. മറ്റൊരു കഥയനുസരിച്ച് ഈ ഒരു ക്ഷേത്രം മനുഷ്യർ പണിതതായി തന്നെ വിശ്വസിക്കുന്നുണ്ട്.
ഒരു കാലത്ത് തച്ചോ വംശത്തിലുള്ള മഹാരാജൻ ആ ഒരു പ്രദേശം ഭരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ രത്നാവതി വളരെ തീവ്രമായ ഒരു ശിവഭക്തയായിരുന്നു. ശിവഭഗവാന് ആ ഒരു പ്രദേശത്ത് എവിടെയും ക്ഷേത്രമൊന്നുമില്ല. അതുകൊണ്ട് രാജ്ഞിയുടെ ആഗ്രഹമനുസരിച്ച് രാജാവ് തന്നെ ആ ഒരു പ്രദേശത്ത് ശിവൻ കോവിൽ പണിതു. ഇതേ കഥയ്ക്ക് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിന്റെ പേരിന് പിന്നിലെ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഐതിഹ്യങ്ങൾ പറയുന്നത് രാജ്ഞി കാക്കനാവതി ഒറ്റ ദിവസത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ദേവന്മാരോട് പ്രാർത്ഥിച്ചു. അവരുടെ ഭക്തിയിൽ മതിമറന്ന ദേവതകൾ രാത്രിയിൽ തന്നെ ക്ഷേത്രം പൂർത്തിയാക്കി. പക്ഷേ പ്രഭാതത്തിൽ ക്ഷേത്രം കണ്ട രാജാവ് അതിശയിച്ചു പോയി. അദ്ദേഹത്തിന്റെ ആശ്ചര്യം കണ്ട് ക്ഷേത്രം ക്രമേണ തകർന്നു തുടങ്ങി എന്നാണ് വിശ്വാസം. ഈ വിശ്വാസങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും അപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രം 11ാം നൂറ്റാണ്ടിൽ തന്നെ നശിച്ചു പോയി, അല്ലെങ്കിൽ ഭാഗികമായി തകർന്നുപോയ ഒരു ക്ഷേത്രമാണ്. അതിനുള്ള കാരണമായി പറയുന്നത് ഭൂകമ്പങ്ങളും പല സാമ്രാജ്യങ്ങളുടെ ആക്രമണങ്ങളുമാണ്. ചരിത്രപരമായ രേഖകൾ പ്രകാരം ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കച്ചപ്പക്കട്ട ഭരണാധികാരിയായിട്ടുള്ള കീർത്തിരാജയാണ്. ഗ്വാളിയാറിലെ സാസ്ബാഗോ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള കച്ചപ്പക്കട്ട ലിഖിതങ്ങളിൽ നിന്നാണ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതായത് ആരാണ് ഇത് നിർമ്മിച്ചത് എന്ന് സംബന്ധിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നത്. സിംഹപാനിയയിൽ, അതായത് നിലവിലെ സിഹോനയിൽ പാർവതിയുടെ ഭഗവാൻ ശിവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന അസാധാരണമായ ഒരു ക്ഷേത്രം കീർത്തിരാജ നിർമ്മിച്ചതായി ഈ ലിഖിതത്തിൽ പറയുന്നുണ്ട്. കൃത്യമായ കാലഘട്ടം നോക്കിയാൽ ഈ കീർത്തിരാജയുടെ കാലഘട്ടം AD 1015 1035 ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിനിടയിലാകാം ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാനും സാധിക്കും. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞതുപോലെ, അതായത് പ്രേതങ്ങൾ പകുതിയാക്കി വെച്ച ക്ഷേത്രം, ഈ ക്ഷേത്രം മുഴുവനായും പണി കഴിപ്പിച്ചത് കീർത്തിരാജയാണ് എന്ന തരത്തിലുള്ള വിശ്വാസങ്ങളും പ്രചരിച്ചു. ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാദം, ഇങ്ങനെ പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് പലരും പറയുന്നത്. പക്ഷേ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇന്നും ഒരു തർക്ക വിഷയമാണ്. അതുതന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തെ പിന്നെയും നിഗൂഢതകളിലേക്ക് നയിക്കുന്നത്. ഭൂമിയിൽ നിന്നും 115 അടി ഉയരമുള്ള ഈ ഒരു ക്ഷേത്രം ഖജുരാഹോയിൽ കാണാൻ കഴിയുന്ന പല ക്ഷേത്രങ്ങളുമായി സാമ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല കൊത്തുപണികളിലും ഈ ഒരു സാമ്യത കാണാൻ സാധിക്കും. പിരമിഡ് പോലുള്ള ഘടനയിൽ ഒരു കേന്ദ്ര ദേവാലയത്തിലേക്ക് നയിക്കുന്ന തൂണുകളുള്ള ഇടനാഴിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥലം ഒരു ക്ഷേത്ര സമുച്ചയമായിരുന്നു. ഈ കേന്ദ്ര ക്ഷേത്രത്തിന് ചുറ്റും 4 ഉപക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു. ഭൂകമ്പങ്ങളും ആക്രമണകാരികളിൽ നിന്നുള്ള കൂടുതൽ നാശനഷ്ടങ്ങളും കാക്കന്മത്തിനെ നല്ലതുപോലെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോ ആകെ ബാക്കിയുള്ളത് ആ ഒരു കേന്ദ്ര ക്ഷേത്രം മാത്രമാണ്. കാക്കന്മത്തിലെ അത്ഭുതം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം ഇപ്പോഴും എങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അതായത് അതിന്റെ ഭൂരിഭാഗവും നശിച്ചുപോയി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു അസ്ഥിക്കൂടം എന്ന രീതിയിലാണ് ആ ക്ഷേത്രം നിലനിൽക്കുന്നത്. ഒരു ഇളം കാറ്റ് വന്നാൽ തന്നെയും വീണ് പോകാം എന്ന അവസ്ഥയിലാണുള്ളത്. പക്ഷെ എന്നിട്ടും കാലങ്ങളായി, വർഷങ്ങളായി അത് നിലനിൽക്കുന്നു. അതുതന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അത്ഭുതവും. വലിയ കൊടുങ്കാറ്റുകൾ വന്നെങ്കിലും ഈ നിഗൂഢമായ ക്ഷേത്രത്തെ ഒന്നനക്കാൻ പോലും സാധിച്ചില്ല. ഇതിന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ തകർന്നടിഞ്ഞെങ്കിലും ഇതിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. കൂടാതെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന കല്ലുകൾ ചുറ്റുമുള്ള പ്രദേശത്തെ കല്ലുകളുമായി ഒരു തരത്തിലുമുള്ള ബന്ധവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. കൂടാതെ ഈ ഒരു ക്ഷേത്രം കല്ലുകൾ കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുക്കടുക്കായി കല്ലുകൾ വെച്ച രീതിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ അമാനുഷിക ശക്തികൾ ഉണ്ടെന്നും അവ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്ത് ഒരു വലിയ ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം നോക്കുമ്പോൾ എപ്പോ വേണമെങ്കിലും വീഴാം എന്ന് തോന്നുമെങ്കിലും ആയിരക്കണക്കിന് വർഷമായി ഈ ഒരു ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. കൊടുങ്കാറ്റിൽ പോലും ക്ഷേത്രത്തിന്റെ ഒരു ഭാഗവും നീങ്ങിയിട്ടില്ല. ശാസ്ത്രജ്ഞന്മാരും മറ്റും ഈ ഒരു ക്ഷേത്രം പരിശോധിച്ചെങ്കിലും ഇതെങ്ങനെയാണ് നിർമ്മിച്ചത്, എന്താണ് ഇതിന്റെ ടെക്നോളജി എന്ന് ഇതുവരെയും ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചരിത്രരേഖകളെ ആശ്രയിക്കാവുന്നതാണ്. അതായത് കീർത്തിരാജയാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്ന രീതിയിൽ. പക്ഷെ ഇതെങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതാണ് ഒരു സംശയം. കാരണം അതെങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത് ഇതുവരെയും ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്ങനെയാണ് കല്ലുകൾ ഇത്തരത്തിൽ അടുക്കി വെച്ചുകൊണ്ട് സിമന്റോ ചുണ്ണാമ്പോ ഇല്ലാതെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. വെറും കല്ലുകൾ മാത്രം അടുക്കി വെച്ച് 1000 വർഷമായി ഇതിങ്ങനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ വലിയ അമാനുഷികത ഉണ്ട് എന്ന് ചിന്തിക്കാതെ വയ്യ. രാത്രി സമയങ്ങളിൽ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രേതങ്ങൾ വരുമെന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 6 മണിക്ക് ശേഷം, ഇരുട്ടിയതിനു ശേഷം മനുഷ്യർ ആരും തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്കോ ആ ക്ഷേത്ര പരിസരത്തേക്കോ വരാനുള്ള അനുവാദമില്ല.
ഒരുപക്ഷെ അറിയാതെ ആരെങ്കിലും ഈ ക്ഷേത്രത്തിനുള്ളിൽ താമസിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിലുള്ള കല്ലുകൾ താനെ അവരിലേക്ക് വന്നു വീഴും. ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ മരിച്ച സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തെ കണ്ണിൽ കാണാൻ കഴിയാത്ത ഏതോ ഒരു അമാനുഷിക ശക്തി വർഷങ്ങളായി സംരക്ഷിക്കുന്നുവെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന് ഇന്നുവരെയും ഒരു പ്രധാന പൂജാരിയില്ല. രാത്രി സമയങ്ങളിൽ ഇവിടെ ആരും താമസിക്കാറും ഇല്ല. ഈ ക്ഷേത്രം കാണാൻ വരുന്നവർ തൊട്ടടുത്ത ഗ്രാമങ്ങളിലാണ് താമസിക്കാറ്. നിലവിൽ ഈ ഒരു ക്ഷേത്രത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ സംരക്ഷിച്ചു പോരുന്നു. ഈ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള സ്ഥിരം ജീവനക്കാർ മാത്രമാണ്. എന്നാൽ ഇന്നും മഹാശിവരാത്രി ദിനത്തിൽ കൺവാരിൽ നിന്നും കൊണ്ടുവരുന്ന ഗംഗാജലം അർപ്പിക്കാൻ ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഇതിന് പുറമേയും ആളുകൾ ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. നിരവധി വിസ്മയങ്ങൾ, ഇനിയും കിട്ടാത്ത ഉത്തരങ്ങളുമായി കാക്കന്മത്ത് ഇന്നും നിലനിൽക്കുന്നു. നിരവധി ആളുകളെ പലതരത്തിൽ ആകർഷിക്കുന്നുമുണ്ട്. എന്തായാലും ഇതുവരെയും ഉത്തരം കിട്ടാത്ത നിഗൂഢതകൾ കൊണ്ടും വാസ്തുവിദ്യയുടെ മേന്മ കൊണ്ടും കാക്കന്മത്ത് ക്ഷേത്രം ഇന്നും വേറിട്ട് തന്നെ നിൽക്കുന്നു. കൂടാതെ ഖജുറാഹോയുടെ പ്രശസ്തിയിൽ മറഞ്ഞുപോയ ഈ ഒരു ക്ഷേത്രം ഇപ്പോഴും തനതായ ഒരു മായാജാലം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജനങ്ങൾ ഇവിടെ പോകാതിരിക്കുന്നതിന് മറ്റൊരു കാരണവും ഉണ്ടാകാം. തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു അഭയ കേന്ദ്രമായി ഇത് മാറിയിട്ടുണ്ടാകാം. പല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആരും അവിടെ വരാൻ പാടില്ല എന്നതിന് വേണ്ടി മറ്റു ചിലർ അവിടെ പ്രേതമുണ്ട്, അമാനുഷിക ശക്തിയുണ്ട് എന്നുള്ള കിംവദന്തികൾ പുറപ്പെടുവിച്ചിട്ടുണ്ടാകാം. ഇതിലെത്രത്തോളം സത്യമുണ്ട് എന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം 100% ഉറപ്പാണ്, ഈ ഒരു ക്ഷേത്രത്തെ തീർച്ചയായും നേരിൽ കാണണം. കാരണം നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതിനേക്കാളും നമുക്കുള്ളിൽ വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നേരിട്ട് തന്നെ കണ്ടനുഭവിക്കണം. അതെങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്നറിയണം. എന്തായാലും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഐതിഹ്യങ്ങൾ പറയുന്നതനുസരിച്ച് പ്രേതങ്ങളാണോ ഈ ക്ഷേത്രം നിർമ്മിച്ചത്? അല്ലെങ്കിൽ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.